ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കയ്യിൽ ഗ്രനേഡ്, ഒരു കയ്യിൽ ലാത്തി. ഡിവൈഎസ്പിയുടെ കയ്യിലുള്ള ലാത്തി മറ്റേ ചൂരല്ലാത്തിയായിരുന്നു. തിരിച്ചറിയാനുള്ള എളുപ്പത്തിന് ഞാൻ പറയാം. ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ലാത്തിയും വെച്ചിട്ട് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ആളുകളെ തല്ലാൻ നോക്കുക. ഇപ്പൊ ഗ്രനേഡും ലാത്തിയും മാത്രം കയ്യിൽ. പണ്ടൊക്കെ പൂച്ചട്ടിയും ഹെൽമെറ്റും വെച്ചിട്ടായിരുന്നു ഈ ഗുണ്ടകൾ അടിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിൽ, അല്ലേ? നമ്മുടെ ഷാഫി ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടല്ലോ, അത് മുച്ചോടും തീർത്ത് ക്ലിയർ ചെയ്തിട്ടേ കയ്യിലോട്ട് തരുള്ളൂ. അതും പ്രത്യേകിച്ച് പുള്ളിക്കെതിരെ ഒരു ആരോപണക്കാരി നിങ്ങളുടെ ചെന്ന് കഴിഞ്ഞാൽ അതില്ലാത്ത കാര്യമാണെങ്കിൽ അത് വ്യക്തത കറക്റ്റായിട്ട് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടി അല്ലെങ്കിൽ അതിനുള്ള തെളിവുകൾ ഓരോന്നും നിരത്തി അങ്ങോട്ട് അണ്ണാക്കിലേക്ക് അടിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. അതിനിപ്പം നീലപ്പെട്ടിയുടെ കാര്യത്തിലാണെങ്കിലും വേണ്ടില്ല, കാഫിറിന്റെ കാര്യത്തിലാണെങ്കിലും വേണ്ടില്ല. ഇതിന്റെ ചൂട് ശരിക്കും അറിഞ്ഞിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ സഖാക്കളാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നാട് ഭരിക്കുന്ന ഇരട്ടച്ചക്കൻ്റെ കമ്മിക്കുട്ടികളാണ് ഇത് ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ളത്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിന്റെ ഭാഗം തന്നെയാണ് ഈ പറഞ്ഞ പേരാമ്പ്രയിലെ അപകടത്തിന്റെ അവസ്ഥ. അതായത് കോൺഗ്രസ്സുകാർ അവിടെ ഗ്രനേഡും കൊണ്ട് ഇറങ്ങി, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ അവിടെ അക്രമങ്ങൾ അയച്ചു വിട്ടു. കോൺഗ്രസ്സുകാരെ തടയാൻ വേണ്ടി ചെന്ന പോലീസാണ്. പാവം CPM പ്രവർത്തകർ അങ്ങോട്ട് ഒരു 50 അടി മാറി നിൽക്കുകയായിരുന്നു. പാവങ്ങൾ, അയ്യോ പാവങ്ങളെ തൊടാൻ പോലും പറ്റാത്ത പാവപ്പെട്ടവർ മാറി നിൽക്കുകയായിരുന്നു. ഈ ചെയ്തതൊക്കെ കോൺഗ്രസ്സുകാരാണ്. അവരിടയിൽ കയറി ചെന്നിട്ട് ഷാഫിയോടെ വലിയ പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആദ്യത്തെ 2 ദിവസം, അല്ലേ? പിന്നത്തെ 2ാമത്തെ ദിവസം നമ്മുടെ പോലീസ് സൂപ്രണ്ടന്റിനെ നേരിട്ട് വന്ന് പറഞ്ഞു, അല്ല ഷാഫിനെ അടിച്ചിട്ടുണ്ട്, അത് ഞങ്ങളുടെ AI ടെക്നോളജി വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നത്. വേണ്ട ശിക്ഷാ നടപടികൾ ഞങ്ങൾ എടുക്കും എന്നും പറഞ്ഞ് ഒരു പോക്ക് പോയതാ. പിന്നെ നമ്മൾ ഈ വഴിക്ക് പറഞ്ഞ ഒരു ടീംസിനെയും കണ്ടിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് കറക്റ്റ് വിത്ത് ഫോട്ടോ, കയ്യിലുള്ള ഒരു കയ്യിൽ ഗ്രനേഡും മറ്റേ കയ്യിൽ ലാത്തി, എവിടുന്ന് ഫ്രണ്ടിൽ നിന്നാണോ ബാക്കിൽ നിന്നാണോ അടിച്ചത് എന്നുള്ളതിൻ്റെ വ്യക്തത കറക്റ്റായിട്ട് വരുത്തി. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലീസുകാരൻ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് നമ്മുടെ MP അഡ്മിറ്റ് ചെയ്തിരുന്നു. അതായത് അവിടുന്ന് കൊണ്ടുപോയ പോലീസുകാരൻ കറക്റ്റായിട്ട് പോലീസുകാരന് ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. അതായത് MP ഞാൻ അടിച്ചിട്ടുണ്ട്, അടിച്ചിന് അവന് കിട്ടിയിട്ടുണ്ട്, ആ കിട്ടിയവനും കൂടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നോന്ന് വരെ കറക്റ്റായിട്ട് ചോദിക്കുന്നതിൻ്റെ വീഡിയോ വിത്ത് വീഡിയോ ആണ് കേട്ടോ. വെറുതെ പറഞ്ഞു പോവില്ല. നമ്മുടെ നമ്മുടെ ഇരട്ടച്ചങ്കം പറഞ്ഞ പോലെ വെറുതെ തള്ളിപ്പോകുന്നതല്ല, വിത്ത് വീഡിയോ പ്രൂഫായിട്ടാണ് ഷാഫി ഇന്ന് പത്രസമ്മേളനം നടത്തിയത്. ഏതായാലും ആ ഒരു ഭാഗം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത്. FIR-നകത്ത് വരെ പറയുന്നുണ്ട് ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ചില ആളുകൾ എന്നവർ പറയുന്നുണ്ട്. ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ DYSP എന്തിനാ ഗ്രനേഡ് കയ്യിൽ കൊണ്ടു നടക്കുന്നത്? ആ ഓർഡർ പരിശീലനത്തിന് ഗ്രനേഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി കയ്യിലുണ്ടെങ്കിൽ DYSP എന്തിനാ? ഇവര് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പോലീസിന്റെ കയ്യിൽ പിന്നെ ഗ്രനേഡ് ഉണ്ടാവൂലേ? പോലീസിന്റെ കയ്യിൽ ഗ്രനേഡ് ഉണ്ടാവണം. ആ പോലീസിന് എക്സ്ക്ലൂസീവായി ഗ്രനേഡിൽ പരിശീലനം കൊടുത്ത ആളുകൾ ഇതാ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. DYSP ഹരിപ്രസാദിന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് പാർട്ടിയുടെ കൈവശമുണ്ടായിരുന്ന ഗ്രനേഡ്, പിന്നെ ബലം പ്രയോഗിക്കുന്ന അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിന് ഉപയോഗിക്കുന്നതിനായി കൈവശം വെച്ച ഗ്രനേഡ് ജനക്കൂട്ടവുമായുള്ള ബലപ്രയോഗത്തിലൂടെ പിന്ന് ലൂസായി താഴെ വീണ് ഊരിപ്പൊട്ടിയതിൽ ഹരിപ്രസാദിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നുണ്ടായിരുന്നു എന്ന് എഴുതിയിരിക്കുക. അപ്പൊ ഗ്രനേഡ് പാർട്ടിയുടെ കയ്യിലല്ല, ഹരിപ്രസാദിന്റെ കയ്യിലാണ് ഈ സാധനം ഉണ്ടായിരുന്നത്. ജനക്കൂട്ടമായിട്ടുള്ള തിക്കും തിരക്കും അല്ല. ഇത് കയ്യിൽ വെച്ച്, ലാത്തിയും കയ്യിൽ വെച്ച് അതുകൊണ്ട് പിന്നെ മർദ്ദിക്കാനും ശ്രമിക്കുക. എന്നിട്ട് അതിനകത്ത് പോലീസിന്റെ വീഴ്ച ഇല്ലെങ്കിൽ, പോലീസ് 16-ാം തീയതി ഇറക്കിയ സർക്കുലർ എന്താ? എല്ലാ STPOസിനും SHOസിനും കോഴിക്കോട് ട്രാഫിക് യൂണിറ്റ്സിനും കൺട്രോൾ റൂമിനും വടകര DHQനും ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ളത്. വടകരയിലെ രാവിലെ 7 മണി മുതൽ ഗ്രനേഡ് ത്രോയിങ് പ്രാക്ടീസായി DHQയിൽ താഴെ കാണിച്ച സമയങ്ങളിൽ ഓരോ സബ് ഡിവിഷനിൽ നിന്നും എത്തിച്ചേരാൻ ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നു എന്ന് വെച്ചാൽ ഇത് മര്യാദക്ക് എറിയാൻ ഇവന്മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലായിട്ട് ഇൻസിഡന്റിന് ശേഷം ഇത് പരിശീലിപ്പിക്കാൻ സർക്കുലർ ഇറക്കുന്ന പോലീസ്, അവരെടുത്ത് വീഴ്ച പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ബോംബ് എറിഞ്ഞിട്ടാണ് ആർക്കെങ്കിലും പരിക്കേറ്റതെങ്കിൽ ഇങ്ങനെ ഒരു സർക്കുലർ കേരളത്തിന്റെ പോലീസ് ഇറക്കേണ്ട കാര്യമുണ്ടോ? കോഴിക്കോട്ടെ പോലീസ് ഇറക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഈ ഗ്രനേഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് കൊണ്ടുവരുന്നവരെന്തിനാ? ഇനി ഗ്രനേഡും ടിയർ ഗ്യാസും, ഞാൻ നിരവധി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്തും സെക്രട്ടേറിയറ്റിലും അസംബ്ലിയിലും എല്ലായിടത്തും സമരങ്ങളിൽ പങ്കെടുത്തു. പല കളക്ടറേറ്റിലും കേരളത്തിലെ KSU സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് സമരം അവിടെയാണ് ഷാഫി പറഞ്ഞതിൽ ഒരു കാര്യം. എൻ്റെ പൊന്നു ഷാഫി, ഈ ഗ്രനേഡും ലാത്തിയും ഒന്നും യൂസ് ചെയ്യാൻ അറിയില്ല ഇവന്മാർക്ക്. നിങ്ങൾ ചെടിച്ചട്ടി കയ്യിലെടുത്ത് കൊടുക്ക്, അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് എടുത്ത് കൊടുക്ക്, അതല്ലെങ്കിൽ വലിയ നീളം വടികൾ എടുത്ത് കൊടുക്ക്. ഇവന്മാരെ അടിച്ചു തരും. പണ്ട് കിട്ടിയതല്ല അടി നിങ്ങൾക്ക്.
അതായത് നമ്മുടെ കേരളം ഒടുപ്പിച്ചൊരു യാത്ര ഉണ്ടായിരുന്നല്ലോ അല്ലേ? നമ്മുടെ കേരളത്തിന്റെ അങ്ങ് ആ ഒരു തല തൊട്ട് മറ്റേ തല വരെ നമ്മുടെ രാജാവ് മുമ്പിൽ ഇരുന്നൊരു യാത്ര ഉണ്ടായിരുന്നു. ആ യാത്രയുടെ മുമ്പോട്ട് അല്ലെങ്കിൽ ആ യാത്രയിൽ കാണിച്ച ചെറ്റത്തരങ്ങളും തെണ്ടിത്തരങ്ങളും പുറത്ത് കാണിക്കാൻ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അടി കിട്ടിയതല്ലേ? അന്ന് നിങ്ങൾക്ക് കിട്ടിയ ഗ്രനേഡോടും ലാത്തിനോടും ഒന്നും അല്ലായിരുന്നു. നല്ല മുളം വടി, നല്ല ചെടിച്ചട്ടി, കയ്യിലുള്ള ഹെൽമെറ്റ്, ഇതുകൊണ്ടൊക്കെ കിട്ടിയിരുന്നു. ഇവന്മാർക്ക് ഇതൊക്കെ, അതായത് ഒരു തേർഡ് റേറ്റ് ഗുണ്ടകളാണ്. ഈ ഗുണ്ടകൾക്ക് യൂസ് ചെയ്യാൻ ഇതൊക്കെ അറിയുള്ളൂ. ഇവന്മാർക്ക് പ്രോപ്പറായിട്ട് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവിടെ ഗ്രനേഡ് യൂസ് ചെയ്യണോ, അവിടെ മറ്റേ ടിയർ ഗ്യാസ് യൂസ് ചെയ്യണതോ, അല്ലെങ്കിൽ അവിടെ ഈ ലാത്തി കൊണ്ട് എങ്ങനെ ചാർജ് ചെയ്യണമെന്ന് ഇവർക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും വരും. പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞ് മറ്റേ മുഞ്ചിത്തെറ്റിയ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ പല സർക്കുലറും ഇതുപോലത്തെ പല ഇൻസിഡന്റ് റിപ്പോർട്ടുകളും പല എന്താ പറയാ കോച്ചിങ്ങുകളൊക്കെ ഇവർ തുടങ്ങും. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് എന്നുള്ളത് ഇപ്പൊ ജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. അന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ കേക്ക്. കാണുന്നവരും അല്ല, ആദ്യമായിട്ട് സമരങ്ങളിൽ പങ്കെടുക്കുന്നവരും അല്ല. ഒരു ഗ്രനേഡ് എറിയുന്നതിന് മുമ്പുള്ള വാണിംഗ് എന്തൊക്കെയാണ്, ടിയർ ഗ്യാസ് എറിയുന്നതിന് മുമ്പുള്ള വാണിംഗ് എന്തൊക്കെയാണ്, ടിയർ ഗ്യാസ് എറിയുന്നതിന്റെ മുമ്പ് ഗ്യാപ്പും സമരക്കാരുടെയും പോലീസിന്റെയും ഇടയിലുള്ള ഗ്യാപ്പിലേക്കാണ് സാധാരണ അത് എറിഞ്ഞ് ആളുകളെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിന് പകരം പരിക്കേൽപ്പിക്കാൻ ബോധപൂർവ്വം ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് തലയിലേക്കും മുഖത്തേക്കും എറിയുന്ന ക്രൂരത പിണറായി വിജയന്റെ പോലീസ് കാണിക്കുന്നതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇത് നിങ്ങൾ കാണുക, കയ്യിൽ ഗ്രനേഡ് വെച്ചിട്ട് ലാത്തിയും വെച്ചിട്ടാണ് അടിക്കുന്നത്. ഇനി ഈ കക്ഷി ആശുപത്രിയിൽ വന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യം, അത് നിങ്ങൾ കണ്ടു കാണും, അത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയച്ചു. അതെവിടെ? ഈ ഡിവൈഎസ്പി ഹരിപ്രസാദ് ആശുപത്രി വന്നപ്പോൾ ഉടനെ ചോദിക്കുക, എന്തായി MP അഡ്മിറ്റ് ആയോ? അയാൾ ആശുപത്രിയിലാണ്. അപ്പൊ MP അഡ്മിറ്റ് ആക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ? ആലോചിച്ചോ. അപ്പൊ എനിക്ക് പരിക്കേറ്റിട്ടില്ല, എനിക്കൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ പ്രചരണം നടത്തിയിരുന്ന ആളുകൾ അവർ തിരിച്ചറിയുന്ന അവിടുത്തെ ഡിവൈഎസ്പി എന്നെ ചോദിക്കുന്നത് എന്തൊക്കെയാ സ്ഥിതി, MP അഡ്മിറ്റ് ആയോ? അപ്പൊ അത് എത്ര പ്ലാൻഡ് ആയിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളത്. അവിടെ പോലീസ് സംഘർഷം ഇല്ലാതാക്കാനല്ല ശ്രമിച്ചത്. എന്നോട് അവിടുത്തെ ഡിവൈഎസ്പി പറഞ്ഞത്, പ്രകടനത്തിന് പെർമിഷൻ ഉണ്ടെങ്കിലും അപ്പുറത്തേക്ക് പോയി അവിടെ 19 CPM തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്, അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഈ പ്രകടനം നിർത്തി പോകണമെന്നുള്ളത്. അവരുടെ കയ്യിൽ ആയുധമുണ്ട്. ബിൽഡിങ്ങിന്റെ മേലെന്നൊക്കെ എന്നോട് നേരിട്ട് പറയാം, ബിൽഡിങ്ങിന്റെ മേലെന്നൊക്കെ എന്താ അവർ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് വന്നിട്ട്, ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് വന്നിട്ട് പറയാം, DCC പ്രസിഡന്റ്, അതുകൊണ്ടാണ് അത്ര ഞങ്ങളുടെ പ്രകടനം അനുവദിക്കാത്തത്. അപ്പൊ അവിടെയുള്ള ഈ പോലീസുകാരെല്ലാവരും ഇപ്പുറത്തുള്ള പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 700 ആളോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളോ അവരെ തടയുന്നതിന് പകരം ആയുധം ഉണ്ടെന്ന് അവർ പറയുന്ന, അക്രമം നടത്തുമെന്ന് അവർ പറയുന്ന CPM പ്രവർത്തകരെ അവിടെ നിന്ന് പിരിച്ചുവിടാനല്ലേ ശ്രമിക്കേണ്ടത്? അവിടെ ഒറ്റ CPM കാരുണ്ടായിരുന്നില്ല എന്നൊക്കെ ചില ഭരണവിലാസം യുവജന സംഘടനകളുടെ ആളുകൾ വലിയ വായിൽ കരയുന്നൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ പോലീസിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പോലീസ് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. FIR അതിനകത്ത് എഴുതിയിട്ടുണ്ട് അവരുടെ പ്രകടനത്തെ സംബന്ധിച്ച്. നിങ്ങൾ ആലോചിക്കുക. ഇനി അടിച്ച പോലീസുകാരൻ ആരാണ്? നിങ്ങൾ ഒരാൾ ഫുൾ സ്ലീവ് മടക്കി വെച്ചിട്ട് ഒരു പോലീസുകാരൻ അടിക്കുന്നത് നിങ്ങൾ കണ്ടു, അതിന്റെ പുറകിലെ വിഷ്വൽ നിങ്ങൾ കണ്ടു, അതിന്റെ ഹെൽമെറ്റിന്റെ കളർ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് അയച്ച വീഡിയോയിലുണ്ട്. ഇനി അതിന്റെ ഫ്രണ്ട് വിഷ്വൽ, നേരത്തെ അടിച്ചതിന്റെ ഫ്രണ്ട് വിഷ്വലും നേരത്തെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് ഗ്രൂപ്പിൽ ഒന്നും കൂടി അയക്കാം. ആ പോലീസുകാരനെ സൂം ചെയ്യുമ്പോൾ കാണുന്നത് ഈ മുഖമാണ്. ഈ മുഖമാണ് ആ പോലീസുകാരനെ സൂം ചെയ്യുമ്പോൾ കാണുന്നത്. നിങ്ങളുടെ ഫോണുകളിലേക്ക് അതിന്റെ വീഡിയോ മറ്റു ഡീറ്റെയിൽസും എല്ലാം അയച്ചു തരാം. എങ്ങനെയുണ്ട്? ഇതാണ് അവസ്ഥ. നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക് വരെ ഇപ്പൊ ഈ കമ്മിസഖാക്കളെ പേടിക്കേണ്ട അവസ്ഥ. അവന്മാരുടെ കയ്യിൽ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അടി കിട്ടും, അല്ലെങ്കിൽ ഇടി കിട്ടും. അവന്മാര് കണ്ണും മൂക്കില്ലാത്തവന്മാരാണ്, അതെടുത്ത് എറിയും, അടിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് പോലീസുകാർക്ക് പേടിയാണ്. ഇനി അവന്മാരെ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മേലെന്ന് ഞങ്ങൾക്ക് വിളി കിട്ടുകയല്ലേ, ഞങ്ങളുടെ സ്ഥാനം മാറ്റി അല്ലെങ്കിൽ ഞങ്ങളവിടെ തെറിപ്പിക്കുകയോ ചെയ്യും. കാരണം ഒരു സ്ഥലത്ത് കൂടെ നമ്മൾ സ്വർണം കക്കുന്നു, ഒരു സ്ഥലത്ത് കൂടെ നമ്മൾ ആൾക്കാരടിക്കുന്നു, ഒരു സ്ഥലത്ത് കൂടെ നമ്മൾ ഖജനാവ് കാലിയാക്കുന്നു, ഒരു സ്ഥലത്ത് കൂടെ നമ്മൾ PR വർക്ക് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് കൂടെ നമ്മൾ ലോകം, അതായത് നമ്മൾ ഗൾഫ് രാജ്യങ്ങൾ ഇടക്കിടക്ക് ചുറ്റി, യൂറോപ്പൊക്കെ ഇടക്കിടക്ക് ചുറ്റി വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടക്ക് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഒക്കെ MP അല്ല, ഇനി ഏത് കൊമ്പത്തെ മറ്റേ കേന്ദ്രമന്ത്രിമാർ വന്ന് ചെയ്താൽ പോലും ഞങ്ങൾക്ക് ചിലപ്പോൾ അടിക്കേണ്ടി വരും, പിടിക്കേണ്ടി വരും. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്മി സഖാക്കളെ സംരക്ഷിക്കണം, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പരിപാടികളൊക്കെ പുറത്തൂടെ ചെയ്തു കൊടുക്കണം. അപ്പോൾ അതിലോട്ടൊന്നും കാര്യങ്ങൾ, അല്ലെങ്കിൽ സഖാക്കൾക്ക് അടി കിട്ടും ചെയ്യരുത്, സഖാക്കൾ അതിൽ പിടുത്തം ചെയ്യരുത്, കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാ കള്ളത്തിനും നടക്കും വേണം. ഇതൊക്കെ മറച്ചു വെക്കണമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെപ്പോലത്തെ ആൾക്കാർ അടിക്കുകയും പിടിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനത്തെ വാർത്തകൾ കൊണ്ടുവരികയൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ശിരോവസ്ത്രം കയറ്റും, ഞങ്ങൾ തട്ടം കയറ്റും, ഞങ്ങളെല്ലാം കയറ്റും. ഇപ്പുറത്തുകൂടെ ഞങ്ങൾ അടിക്കൂടെ ഞങ്ങൾ സ്വർണം കടത്തും ചെയ്യും. ഇങ്ങനെയുണ്ട്. ഇപ്പം നമ്മുടെ പിണറായി വിജയൻ അങ്ങ് നമ്മുടെ ബഹ്റൈനിൽ ഇവിടെയൊക്കെ പോയി ചുറ്റി കുറച്ച് സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഏതൊക്കെ ചാനലിൽ കൂടെ ഇങ്ങോട്ട് എത്തിച്ചെന്ന് തമ്പുരാനറിയാം. ഇനിയിപ്പം ശബരിമലയിൽ നിന്ന് കട്ടുണ്ടായ സ്വർണം
തിരിച്ച് പൂശാനാണോ ഈ ഒരു ട്രിപ്പും ആ ട്രിപ്പിൽ കൂടെ ഇനി കുറേ സ്വർണം അവിടെ നിന്ന് ചുളി വിലക്ക് അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം തടി ഒരാളിച്ചിരി സ്വർണം നമ്മൾ ഉണ്ടാക്കേണ്ടേ പെട്ടെന്ന്, ഇതൊക്കെ പെട്ടെന്ന് കിട്ടേണ്ട കാര്യമല്ലേ, അതിന് വല്ലതും ആണോ എന്ന് പോലും ചിന്തിക്കേണ്ടി വരുന്നൊരവസ്ഥയിലോട്ട് നമ്മുടെ നാട്ടിലെ ഭരണവും നമ്മുടെ നാട്ടിലെ ഭരണത്തിന് സപ്പോർട്ട് ചെയ്യുന്ന കമ്മിക്കുട്ടന്മാരുടെ അവസ്ഥ വ്യക്തമായിട്ടും കറക്റ്റായിട്ടും വിത്ത് തെളിവോടുകൂടി തന്നെയാണ് ഷാഫി ഇന്ന് പുറത്തോട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. ഏതാണെങ്കിലും ഈ പേരിൽ ഷാഫിക്ക് കുറേ ഇത് കിട്ടി. ഇതിൻ്റെ ഇടയിൽ കൂടെ മറ്റു ചില വാർത്തകൾ, പെണ്ണുപിടിയന്മാരെ ചില വാർത്തകൾ വന്നിരുന്നു അല്ലേ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ രാഹുലിൻ്റെ തലയിൽ കയറിയിട്ട് അവസാനം മൂഞ്ചിത്തെറ്റി ഇരിക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ച്. പിണറായിനോട് ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചിട്ട് തെളിവിൻ്റെ അപ്പുറത്തുള്ള കോണ്ടം വരെ എടുത്തു, പക്ഷേ ആരും സമ്മതിച്ചു തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ്. ഈ പറഞ്ഞ ആർക്കും പരാതിയില്ല, അവർക്ക് തെളിവുകളില്ല, അവർക്ക് കാണിക്കാനൊന്നുമില്ല. ഞങ്ങളായിട്ടുണ്ടാക്കി കുറച്ച് തെളിവുകളും പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലെ മലമുറി ചാനൽ ഉണ്ടാക്കി തന്ന കുറച്ച് സംഭാഷണങ്ങളും ഇതൊക്കെ തന്നെ ഞങ്ങളുടെ കയ്യിലുള്ളൂ. പിന്നെ അതിൻ്റെ മുമ്പോട്ട് ഇറങ്ങി വന്ന കുണ്ടന്മാർ പാലക്കാട് ഏതൊക്കെ മറ്റെന്താ കുണ്ടപ്പുരയിൽ ഒളിച്ച് ഇനി അവരെയും കാണാനില്ല. ഇനി അതെന്ത് ചെയ്യുന്നു അറിയില്ല. അതായത് ഒരുക്കി കൊണ്ടുവന്ന എല്ലാ സംഭവങ്ങളും മൂഞ്ചിത്തെറ്റി കയ്യിൽ അതേപോലെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല. വീണ്ടും സ്വർണവും ഇപ്പുറത്തെ കച്ചവടവും ഒക്കെ പുറത്തോട്ട് ചാടുന്ന അവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ കേരള സർക്കാർ മുമ്പോട്ട് പോകുന്നത്.